തിരുവനന്തപുരം സിറ്റി ടൂർ വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യ 3 വീഡിയോകൾ കാണാത്തവർ അത് മുകളിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതുകൂടി കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് 1ാമത്തെ വീഡിയോ മറക്കാതെ കാണുക. എന്നാൽ നമുക്ക് യാത്ര തുടരാം. നമ്മൾ തമ്പാനൂരിലെയും കിഴക്കേ കോട്ടയിലെയും കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്ത കാഴ്ചയായ പ്ലാനറ്റോറിയം കാണാൻ എത്തിയിരിക്കുകയാണ്. പ്ലാനറ്റോറിയം ശാസ്ത്ര കുതൂഹലികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരിടമാണ്. പൊതുജനങ്ങൾക്കിടയിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിനും യുവജനങ്ങളുടെ മനസ്സിൽ അന്വേഷണത്വരയും ശാസ്ത്രീയ മനോഭാവവും വളർത്തിയെടുക്കുന്നതിനുമായി ആരംഭിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇത്. വൈദ്യുതി, ഇലക്ട്രോണിക്സ്, മോഷൻ മെക്കാനിക്സ്, പോപ്പുലർ സയൻസ്, മാത്തമാറ്റിക്സ്, ഓട്ടോമൊബൈൽ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, സോളാർ എനർജി തുടങ്ങിയ വിവിധ വിഷയങ്ങളിലായി 300-ലധികം മോഡലുകൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ശാസ്ത്രീയ തത്വങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിരവധി കളിയുപകരണങ്ങളുള്ള പ്ലേ പാർക്ക്, എനർജി പാർക്ക്, 3D തിയേറ്റർ, എഡ്യൂസാറ്റ് ടോക്ക് ബാക്ക്, മോഷൻ സിമുലേറ്റർ, ലാസേറിയം ആൻഡ് വാട്ടർ ഫൗണ്ടൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗാലറികൾ എന്നിവയും മ്യൂസിയത്തിലുണ്ട്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ പ്ലാനറ്റോറിയം. പകൽ 10 മണി മുതൽ 5 മണി വരെയാണ് പ്രവർത്തന സമയം. തിങ്കളാഴ്ച അവധിയാണ്. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ മ്യൂസിയത്തിലേക്കാണ് പോകുന്നതിനിടയിൽ പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്ന PMG ജംഗ്ഷനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് PMG ജംഗ്ഷൻ. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൻ്റെ ചുരുക്കരൂപമായ PMGയിൽ നിന്നാണ് ഈ ജംഗ്ഷന് ആ പേര് കിട്ടിയത്. ഈ പരിസരത്ത് നിരവധി പ്രധാന സ്ഥാപനങ്ങളുണ്ട്. അവയെക്കുറിച്ച് വേഗത്തിലൊന്ന് പറയാം. നമ്മുടെ വലതുവശത്തേക്കുള്ള ഈ റോഡിലൂടെ പോയാൽ ജയ്ഹിന്ദ് TV, വിജിലൻസ് ഡയറക്ടറേറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഗവേണൻസ്, ലോ കോളേജ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലെത്താം. ഇടതുവശത്തെ മെയിൻ റോഡ് പട്ടം കേശവദാസപുരം റോഡാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനമായ നളന്ദയിലേക്കുള്ള പാതയാണ്. ഈ ജംഗ്ഷനിലെ മറ്റൊരു ലാൻഡ്മാർക്കാണ് പ്രശസ്തമായ മാസ്കറ്റ് ഹോട്ടൽ. 1ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമി ഓഫീസർമാരെ പാർപ്പിക്കാൻ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. ഇപ്പോഴിത് KTDCയുടെ കേരളത്തിലെ ഒരു പ്രധാന ഹോട്ടലാണ്. കേരള സർക്കാരിൻ്റെ പല ഉന്നതതല സമ്മേളനങ്ങളും മറ്റും നടക്കുന്നതും സർക്കാരിൻ്റെ അതിഥികളും മറ്റും വരുമ്പോൾ അവരെ പാർപ്പിക്കുന്നതും ഇവിടെയാണ്. ഈ പരിസരത്തുള്ള അടുത്ത പ്രധാന ഇടമാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രതാപകാലത്ത് ഇവിടെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് മാച്ച് പോലും നടന്നിരുന്നുവെന്ന് പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ എതിർവശത്തുള്ള ഈ ഹനുമാൻ ക്ഷേത്രത്തിനും രാജവാഴ്ചക്കാലത്തെ ചില കഥകൾ പറയാനുണ്ട്. ഇവിടെ തമ്പടിച്ചിരുന്ന പട്ടാളക്കാരുടെ, പ്രത്യേകിച്ച് ശരീര സൗന്ദര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്ന പട്ടാളക്കാരുടെ ഇഷ്ട ആരാധനാലയമായിരുന്നു ഇത്. ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പുറകിലായി കാണുന്ന ഈ ബഹുനില കെട്ടിടത്തിൻ്റെ പേരാണ് വികാസ് ഭവൻ. നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൽ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, കേരള സ്റ്റേറ്റ് ലോട്ടറീസ്, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ തുടങ്ങിയവയുടെ ഡയറക്ടറേറ്റുകളടക്കം നിരവധി പ്രധാന ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. വികാസ് ഭവനോട് ചേർന്നുള്ള ഈ കെട്ടിട സമുച്ചയമാണ് കേരള നിയമസഭാ മന്ദിരം. വളരെക്കാലം സ്റ്റാച്യു ജംഗ്ഷനിലുള്ള സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിലായിരുന്നു നിയമസഭ കൂടിയിരുന്നത്. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1998 രാജവാഴ്ചക്കാലത്ത് പട്ടാളത്തിൻ്റെ കുതിരലായവും മറ്റും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത്. നിങ്ങൾ തിരുവനന്തപുരം സന്ദർശിക്കുന്നത് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്താണെങ്കിൽ പ്രത്യേക പാസ് വാങ്ങി നിയമസഭാ നടപടികൾ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിയമസഭയിലെ ചില ഉജ്ജ്വല മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ കഴിയും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 11 മണി മുതൽ 4 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിയവും ഇതിനകത്തുണ്ട്. നിയമസഭാ മന്ദിരത്തിൻ്റെ കവാടത്തിൻ്റെ നേരെ മറുവശത്ത് കാണുന്ന ഈ ആരാധനാലയമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ ക്രിസ്തീയ ദേവാലയമായ ക്രൈസ്റ്റ് ചർച്ച്. 1814 ചെറിയൊരു ആരാധനാ കേന്ദ്രമായി തുടങ്ങിയ ഈ CSI പള്ളി 1859 പൂർണ്ണ രൂപത്തിലുള്ള ഒരു ആരാധനാലയമായി നിർമ്മിക്കപ്പെട്ടത്. കർണാട്ടിക് ബ്രിഗേഡിലെ
ഇംഗ്ലീഷുകാരായ പട്ടാളക്കാരായിരുന്നു തുടക്കത്തിൽ ഇവിടെ ആരാധനയ്ക്കെത്തിയിരുന്നത്. ഇന്നീ കാണുന്ന രീതിയിൽ പള്ളിയെ നവീകരിച്ച് പണിതത് പ്രശസ്ത ആർക്കിടെക്റ്റായ ലോറി ബേക്കറാണ്. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ മതിലിനരികിലൂടെ മ്യൂസിയത്തിലേക്കുള്ള യാത്ര തുടരാം. നിങ്ങൾ ഈ മതിലിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? മതിൽ മുഴുവൻ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. കേരള ടൂറിസം വകുപ്പിൻ്റെ നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ആർട്ടേരിയ പ്രൊജക്റ്റാണിത്. ഇന്ത്യൻ നഗരങ്ങളിലെ മതിലുകളുടെ പൊതുശാപമാണല്ലോ പോസ്റ്ററുകളും ചുവരെഴുത്തുകളും. 2015 ഈ മതിലിൽ കേരളത്തിലെ മികച്ച ചിത്രകാരന്മാരെ കൊണ്ട് ചിത്രം വരപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയതോടെ പോസ്റ്റർ ഒട്ടിക്കൽ നിന്നു. കാനായി കുഞ്ഞിരാമൻ, കാറ്റൂർ നാരായണപിള്ള, BD ദത്തൻ, NN റിംസൺ, ടെൻസിംഗ് ജോസഫ് എന്നീ പ്രശസ്ത കലാകാരന്മാർ ഉൾപ്പെട്ട 20 പേരുടെ ഒരു സംഘമാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തത്. പരിപാടി വൻ വിജയമായതോടെ ഇത് നഗരത്തിൻ്റെ മറ്റുള്ള ഇടങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ഇപ്പോൾ ഇനി ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന സ്ഥിതിയായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ LMS ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായ ഈ LMS ചർച്ച് നിൽക്കുന്ന ഇടമായതിനാലാണ് ഈ ജംഗ്ഷന് ആ പേര് ലഭിച്ചത്. ഈ പള്ളിയുടെ യഥാർത്ഥ പേര് മാറ്റിയർ മെമ്മോറിയൽ ചർച്ച് എന്നാണ്. 1-2 മാസങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയെ സംബന്ധിച്ച ഒരു വിവാദം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വിവാദം നമ്മുടെ വിഷയമല്ല, നമുക്ക് ചരിത്രം മതിയല്ലോ. കരിങ്കല്ലിൽ തീർത്ത ഈ ആരാധനാലയം അതിൻ്റെ വാസ്തുശില്പ ഭംഗി കൊണ്ടും അത് നിൽക്കുന്ന ഇടത്തിൻ്റെ പ്രത്യേകത കൊണ്ടും വളരെ ശ്രദ്ധ നേടുന്ന ഒരിടമാണ്. സാമുവൽ മാറ്റിയർ എന്ന ക്രിസ്ത്യൻ മിഷണറിയാണ് ഈ പള്ളി നിൽക്കുന്ന ഏകദേശം 16 ഏക്കർ വരുന്ന ഈ സ്ഥലം വാങ്ങിയത്. അദ്ദേഹത്തിന് ഇവിടെ ഒരു പള്ളി പണിയണമെന്നുണ്ടായിരുന്നെങ്കിലും അനാരോഗ്യം കാരണം സ്വദേശത്തേക്ക് മടങ്ങേണ്ടി വന്നതിനാൽ തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനായില്ല. എങ്കിലും തനിക്ക് പിന്നാലെ വന്ന മിഷണറിമാർ ഈ ദൗത്യം ഏറ്റെടുക്കുകയും 1906 പള്ളിയുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തൊരു ദേവാലയം എന്ന ആശയത്തിന് നാന്ദി കുറിച്ച സാമുവൽ മാറ്റിയറിനോടുള്ള ആദരസൂചകമായി പള്ളിക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയും ചെയ്തു. ഇപ്പോൾ ക്രിസ്മസ് കാലത്ത് നഗരത്തിലെ ഏറ്റവും സുന്ദരമായി മാറുന്ന ദേവാലയം ഇതാണ്. ഇവിടെ നിന്നും കഷ്ടി 100 മീറ്റർ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം മൃഗശാലയിലേക്ക്. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. നമ്മൾ മൃഗശാല കോമ്പൗണ്ടിലെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം മൃഗശാല അടങ്ങുന്ന ഈ പ്രദേശത്തെ പൊതുവായി ഇവിടുത്തുകാർ മ്യൂസിയം എന്നാണ് പറയുന്നത്. ബസ്സിൽ കയറി മ്യൂസിയം സ്റ്റോപ്പിലിറങ്ങിയാൽ ഇവിടെ എത്താം. മ്യൂസിയത്തിന് 2 പ്രവേശന കവാടങ്ങളുണ്ട്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിനടുത്തുള്ള കവാടമാണ്. ആ കാണുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസ് ഉൾക്കൊള്ളുന്ന കെട്ടിടമാണിത്. അതിൻ്റെ എതിർദിശയിലുള്ള ഈ റോഡ് വഴി പോയാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും എത്താം. മ്യൂസിയം വളപ്പിൻ്റെ മുന്നിലായി മറ്റൊരു മ്യൂസിയമുണ്ട്. ഈ കാണുന്നതാണ് ആ മ്യൂസിയം. കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് എന്നാണ് അതിൻ്റെ പേര്. കേരളത്തിലെ ആദ്യ തീമാറ്റിക് ആൻഡ് ഇൻറ്ററാക്റ്റീവ് മ്യൂസിയമായ ഇത് 2011 കേരള സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കണമെന്നുള്ളവർക്കും തങ്ങൾക്ക് തീർത്തും അപരിചിതമായ ആ പഴയ കാലത്തേക്കൊന്ന് പോയി വരാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയിലുള്ളവർക്കും ഇവിടുത്തെ കാഴ്ചവസ്തുക്കൾ വളരെ പ്രയോജനകരമായിരിക്കും. രാവിലെ 10 മണി മുതൽ 5:30 വരെയാണ് പ്രവർത്തന സമയം. മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ കോപ്പികളും സുവനീറുകളും നമുക്ക് സെയിൽസ് കൗണ്ടറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നമുക്കിനി മ്യൂസിയം കോമ്പൗണ്ടിലേക്ക് കയറാം. ആദ്യം നമ്മൾ ഇവിടെ കാണാൻ ഉദ്ദേശിക്കുന്നത് മൃഗശാലയാണ്. അതിൻ്റെ പ്രവേശന കവാടത്തിലേക്കെത്താൻ ഇടതുവശത്തേക്കാണ് പോകേണ്ടത്. നിറയെ തണൽ മരങ്ങളാൽ സമൃദ്ധമായ ഇവിടം തിരുവനന്തപുരംകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേരം പോക്ക് കേന്ദ്രം കൂടിയാണ്. വിശാലമായ പുൽത്തകിടികളും നിരവധി ചാരുബെഞ്ചുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിയം വളപ്പിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. എന്നാൽ ഇവിടെയുള്ള മൃഗശാലയിലും മ്യൂസിയങ്ങളിലും ആർട്ട് ഗ്യാലറിയിലും അക്വേറിയത്തിലും മറ്റും കയറാൻ പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഇത്തരം സ്ഥലങ്ങൾ അത്യാവശ്യമാണ്. നമ്മുടെ ടൂറിസം വകുപ്പ് അത്തരത്തിലുള്ള ചില സംരംഭങ്ങൾ ഈയിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയായും സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മൃഗശാലയുടെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
മൃഗശാല കാണുന്നതിന് മുതിർന്നവർക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബാറ്ററി കാർ സൗകര്യമുണ്ട്. മൃഗശാലയ്ക്കകത്ത് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനാൽ ജീവനക്കാർ സന്ദർശകരുടെ ബാഗ് പരിശോധിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റിവിടൂ. പ്രവേശന കവാടത്തിനരികത്ത് തന്നെ ഒരു ക്ലോക്ക് റൂമുണ്ട്. ബാഗും മറ്റും സൂക്ഷിക്കേണ്ടവർക്ക് അതവിടെ വെക്കാം. ഇനി നമ്മൾ മൃഗശാലയുടെ അകത്തേക്ക് കയറുകയാണ്. മൃഗശാലയുടെ അകത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.